ഈ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ HOD-യാണ് റാം. അപ്പോൾ റാമിൽ നിന്ന് ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ നിതിന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. മുമ്പെല്ലാം റാഗിങ്ങിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കോഴ്സ് തുടങ്ങിയ സമയം. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 1-2 മാസങ്ങളായിട്ട് കൂടുതലും സ്റ്റാഫിനെ കുറിച്ചാണ് പറയുന്നത്. അതും പ്രധാനമായിട്ട് ഈ റാം. ഈ പുള്ളിക്കാരനെ കുറിച്ചാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ റാം ഒരു മലയാളിയല്ല, പുള്ളിക്കാരൻ ഒരു അതർ സ്റ്റേറ്റ് ആളാണ്. പക്ഷേ ഒരു പാതി മലയാളത്തിലൊക്കെ സംസാരിക്കാറുണ്ട്, തമിഴ് കലർന്ന മലയാളമൊക്കെ സംസാരിക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അയാൾക്ക് അറിയാവുന്ന രീതിയിൽ കുട്ടികളെ ഹരാസ് ചെയ്യുന്നുണ്ട് ആ ലാംഗ്വേജിൽ. ഇപ്പോൾ നമ്മളൊരു വഴിയെ പോയി കാണുന്ന ഒരു പട്ടി പോലും ആ ഒരു തുല്യമായിട്ടുള്ള രീതിയിലാണ് ഉപമിച്ച് കാണിക്കുന്നത് കുട്ടികളെ. ഈ സ്ലം ഡോഗാണ്, ഇവിടുത്തെ പട്ടിയാണ്. ഇതൊക്കെ ഞങ്ങളും കേട്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ പലയിടത്ത് പറയുകയും ചെയ്തു. ഇപ്പോൾ നിതിൻ ചാടിയതാണോ, ചാടിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും പ്രേരണ കൊടുത്തതാണോ എന്നുള്ളതിൽ നമുക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ സംശയം അവൻ ചിലപ്പോൾ പക്ഷേ സ്വയം ചാടിയതും ആവാം. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയിട്ടുണ്ടാവും അവൻ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രീം ലെവലിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണ് കാര്യം, അതെവിടെ വെച്ച് നടന്നു, അതാണ് അറിയേണ്ടത്. ഈ സംഭവം നടക്കുന്ന ദിവസം റാമുണ്ട് കോളേജിൽ, അടുത്ത ദിവസം അവിടെ ഇല്ല, ലീവാണ് ഒട്ടുമിക്ക സ്റ്റാഫുകളും. ഈ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ 3-4 പേരല്ല, ആ സ്റ്റാഫ് റൂമിലുള്ള എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണെന്നാണ് എൻ്റെ ഒരു സംശയം. അതിൽ ലത മാമിന് എത്രത്തോളം പങ്കുണ്ടെന്നുള്ളതിൽ എനിക്ക് അറിയില്ല, ഉണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി അവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല. കാരണം അവർക്ക് നല്ല സ്വാധീനമുണ്ട്. അവിടെ നിതിൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തുക്കളോ ഒരൊറ്റ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും അങ്ങോട്ട് കണ്ടിട്ടില്ല. അവിടെ പൊതുവേ ഞാൻ മുമ്പ് ഒരു മീറ്റിങ്ങിന് പോയപ്പോഴും ഞങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, ഇവിടെ പലത് നടന്നാലും അല്ലെങ്കിൽ ഞങ്ങൾ മാനേജ്മെൻറ്റ്, പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ HODs അവരെന്ത് പറഞ്ഞാൽ പോലും അത് നിങ്ങൾ കണ്ടില്ല എന്നടിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഭാഷയാണ് അവിടെ നമുക്ക് കിട്ടിയത്, റെസ്പോൺസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതീക്ഷകളൊന്നും നമുക്കില്ല. കാരണം അതല്ലെങ്കിൽ പിന്നെ ഇന്നലെ ആരെങ്കിലും 1-2 പേരെങ്കിലും അവിടെ കാണുമായിരുന്നു.